ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. എക്സിറ്റ് പോളുകളെ അസ്ഥാനത്താക്കി ബാലുശ്ശേരി മണ്ഡലത്തിൽ VT സൂരജിന് ഉജ്ജ്വല വിജയം. നീലിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ തൊഴിൽ മേള മെയ് 10 നാദാപുരം IHRDയിൽ. വെസ്റ്റ് ഹിൽ ഗുരുവരാശ്രമത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി. നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് സമരം ചെയ്തു. കോഴിക്കോട്ട് പ്രതിഷേധിച്ച ഹോട്ടൽ ഉടമകൾ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 5 മാസത്തിനിടെ 1500ഓളം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭക്ഷ്യ വിതരണ മേഖലയെ ആകെ തകർത്തുപിടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യാപാര ദ്രോഹ നടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങുക. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള വ്യാപാരി വ്യവസായി സമിതി, ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ അടക്കമുള്ള വ്യാപാരി സംഘടനകൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കേരള ഹോട്ടൽ ആൻഡ് ബേക്കേഴ്സ് സമിതിയും കടകൾ അടച്ചിട്ടു. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഈ ഒരു 2 മാസത്തിനുള്ളിൽ 62% വില വർദ്ധിപ്പിച്ച ഒരു ഉൽപ്പന്നവും ഇന്ന് വിപണിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹോട്ടലുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പാചകവാതകം. രാവിലെ നമുക്കൊരു കട തുറക്കണമെങ്കിൽ കട തുറക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ഗ്യാസ് ഓൺ ചെയ്തിരിക്കണം. നമുക്കറിയാം, ചായകളൊക്കെ കിട്ടുന്ന ചായ തിളപ്പിക്കണമെങ്കിൽ 1 മണിക്കൂർ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണം. തിളച്ച് അതിനുശേഷമേ കട തുറക്കാൻ പറ്റുള്ളൂ. അതേപോലെ ദോശ, പൊറോട്ട, ഈ ഉൽപ്പന്നങ്ങളൊക്കെ വലിയ സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ്. ആ അടുപ്പ് 1 മണിക്കൂർ മുമ്പ് ഓണാക്കി കഴിഞ്ഞാലേ നമുക്ക് ദോശയും പൊറോട്ടയും എല്ലാം പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കട തുറക്കുന്നതിന്റെ 1 മണിക്കൂർ മുൻപ് ഗ്യാസ് ഓൺ ചെയ്ത ആ ബർണർ കട ക്ലോസിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പാചകവാതകം. സംഘടന സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് സുഗുണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് U സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സാദിഖ് സഹാറ, V സുനിൽകുമാർ, വരുൺ ഭാസ്കർ, ജാഫർ, പ്രേംചന്ദ്, രൂപേഷ് കോളിയോട്ട് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എക്സിറ്റ് പോളുകൾ LDFന് വിധിയെഴുതിയ ബാലുശ്ശേരി മണ്ഡലം എല്ലാ കണക്ക് കൂട്ടലുകളെയും അസ്ഥാനത്താക്കി UDF VT സൂരജ് എന്ന യുവ പോരാളിയിലൂടെ പിടിച്ചെടുത്തു. 1977 ശേഷം LDFന് തീരെഴുതിയ മണ്ഡലത്തിലെ തോൽവി LDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബഹുദൂരം മുന്നിലെത്തിയ LDF സ്ഥാനാർത്ഥി KM സച്ചിൻ ദേവിന്റെ എതിരാളി ആരെന്ന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയിലായിരുന്നു UDFിലെ മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് KSU ജില്ലാ പ്രസിഡന്റ് കൂടിയായ VT സൂരജ് എന്ന യുവ പോരാളിയുടെ രംഗപ്രവേശം. പിന്നീട് അങ്ങോട്ട് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കയ്യും മെയ്യും മറന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും ഏതു വിധേനയും മണ്ഡലം പിടിക്കണമെന്ന പ്രവർത്തകരുടെ ആവേശവും കൂടി ചേർന്നപ്പോൾ
UDFന്റെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സഹായിച്ചു. ഫലപ്രഖ്യാപനം വരെ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലെയും വാർഡുകളിലെയും ഇടതു വോട്ടുകളെ തലനാരിഴ കീറിമുറിച്ചുള്ള കണക്കുകൂട്ടലുകളുടെ റിപ്പോർട്ടുകളാണ് KM സച്ചിൻ ദേവ് വിജയിക്കുമെന്ന LDFന്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനം. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിന്റെ കണക്കിനൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയം കൂട്ടിച്ചേർത്ത് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന UDFന്റെ കണക്കുകൂട്ടൽ ഫലം കണ്ടു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും മണ്ഡലത്തിലെ ഉന്നതികളിലെ UDF അനുകൂല നിലപാടും ഇത്തവണ VT സൂരജിന്റെ വിജയത്തിന് ആക്കം കൂട്ടിയതായി നിരീക്ഷകർ വിലയിരുത്തുന്നു. AC ഷൺമുഖദാസ് 7 തവണ ഇടതുപക്ഷക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണിത്. 2006-ൽ AK ശശീന്ദ്രൻ 1 തവണയും ഇവിടെ നിന്നും വിജയിച്ചു. 2011 മുതൽ പട്ടികജാതി സംവരണമായതോടെ മണ്ഡലം CPM ഏറ്റെടുത്തു. 2 തവണ LDFന്റെ പുരുഷൻ കടലുണ്ടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. 2021-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ KM സച്ചിൻ ദേവ് 20,237 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDFന്റെ ധർമ്മജൻ ബോൾഗാട്ടിയെ പരാജയപ്പെടുത്തിയത്. LDFന് ഇത്രയും അടിത്തറയുള്ള ബാലികേറ മലയെന്ന് വിശേഷിപ്പിക്കാറുള്ള മണ്ഡലമാണ് VT സൂരജിലൂടെ 16,980 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF പിടിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന് കീഴിലുള്ള നീലിറ്റ് സൗജന്യ മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. തൊഴിൽ മേള മെയ് 10-ന് നാദാപുരം IHRD കോളേജിൽ നടക്കും. തൊഴിൽ മേളയിൽ 20-ലധികം പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മെഗാ ജോബ് ഫെയർ ഈ വരുന്ന മെയ് 10-ാം തീയതി നീലിറ്റും അതേപോലെ നാദാപുരം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഈ സ്ഥാപനം കൂടാതെ SREO ഈ 3 ഓർഗനൈസേഷനും കൂടിയിട്ടാണ് നമ്മൾ ഈ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാദാപുരം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അവിടെ വെച്ചിട്ടാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഇത് മെഗാ ജോബ് ഫെയർ എന്ന് പറയുന്നത് എല്ലാ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ എന്ന് പറയുന്ന സെക്ടറിലെ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. കാൻഡിഡേറ്റ്സിന് ഈ www.calicut.neelit.in/jobfair ഈ ഒരു പർട്ടിക്കുലർ രജിസ്ട്രേഷൻ പോർട്ടലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 10ാം ക്ലാസ് പാസ്സായ മുതൽ ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കൂടാതെ 40-40ഓളം കമ്പനികൾ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ കമ്പനികളും ഇതിൻ്റെ കൂടെ പാർട്ടായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മെയ് 10-ന് രാവിലെ 9:30 മുതൽ 4:30 വരെയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. SSLC മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി 1000-ലധികം തൊഴിലവസരങ്ങളാണ് തൊഴിൽ മേളയിൽ ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനായി www.calicut.neelit.in/jobfair എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 4952287266 എന്ന നമ്പറിലും ബന്ധപ്പെടാം. മെയ് 10-ന് രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 4:30 മണി വരെ നാദാപുരം IHRD കോളേജിലാണ് സൗജന്യ മെഗാ തൊഴിൽ മേള നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ തൊഴിൽ മേള കൺവീനർ രാജേഷ് M, IHRD നാദാപുരം പ്രിൻസിപ്പൽ അശോകൻ OV, ശ്രീജിഷ് SG എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വെസ്റ്റ് ഹിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിൽ പ്രതിഷ്ഠാ മഹോത്സവത്തിന് കൊടിയേറി. മേൽശാന്തി പ്രസൂൺ ശാന്തികളുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റു ചടങ്ങുകൾ നടന്നത്. ദൈവമേ
വെസ്റ്റ് ഹിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിന്റെ 108ാമത് വാർഷിക തീർത്ഥാടനത്തിന്റെയും പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെയും കൊടിയേറ്റം ഗുരുവരാശ്രമ മേൽശാന്തി പ്രസൂൺ ശാന്തികളുടെ കാർമ്മികത്വത്തിൽ നടന്നു. SNDP യോഗം കോഴിക്കോട് യൂണിയൻ പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം, സെക്രട്ടറി സുധീഷ് കേശവപുരി, യൂണിയൻ കൗൺസിലർ അഡ്വക്കേറ്റ് M. രാജൻ, ദേവസ്വം സെക്രട്ടറി ശാലിനി ബാബുരാജ്, ഭാരവാഹികളായ സുജ നിത്യാനന്ദൻ, ഷമീന TK, PK ശ്രീലത, ലളിത ടീച്ചർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടിയേറ്റത്തിന് മുന്നോടിയായി ശാന്തി ഹവനവും പീതാംബര ദീക്ഷയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചേമഞ്ചേരിയിലെ ഖാദി കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണമായിരിക്കും തന്റെ ആദ്യ പരിഗണനയെന്ന നിയുക്ത കൊയിലാണ്ടി MLA K. പ്രവീൺകുമാർ. കൊയിലാണ്ടിയിലെ ഉജ്ജ്വല വിജയത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രവീൺ. കൊയിലാണ്ടിയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത്, അത് ഞാൻ പ്രകടന പത്രികയിൽ പ്രവർത്തിച്ചത്, പക്ഷേ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് കൊയിലാണ്ടിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഖാദി കേന്ദ്രമുണ്ട്. ചേമഞ്ചേരിയിലെ ഖാദി വ്യവസായം തകർന്ന് തരിപ്പണമായിരിക്കുക, കെട്ടിടമില്ല. ആ തൊഴിലാളികൾ നിങ്ങളൊക്കെ പോയി കാണുന്നതാണ്. 200 രൂപയും 300 രൂപയും വേതനം കിട്ടുന്ന തൊഴിലാളികൾ. അതിന്റെ പുനരുദ്ധാരണത്തിലുള്ള പരിപാടിയാണ് ആദ്യത്തെ ഇടം. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് UDF മീറ്റിംഗ് നടത്തി ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിയാം. കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെയാണ് UDF മിഷൻ 13 എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തെത്തിയതെന്ന് നിയുക്ത MLAയും DCC പ്രസിഡന്റുമായ K. പ്രവീൺകുമാർ. UDFന്റെ ബേപ്പൂരിലെ തോൽവി ഗൗരവമായി പരിശോധിക്കും. കോഴിക്കോട് പാർട്ടിയിൽ വിഭാഗീയത ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വികസനം സാധ്യമാക്കും. ടീം കോഴിക്കോടായി UDF MLAമാർ നിലകൊള്ളും. കോഴിക്കോടിന്റെ മന്ത്രിസ്ഥാനത്തിൽ ഉന്നത നേതൃത്വം തീരുമാനമെടുക്കും. മലബാറിനും കോഴിക്കോടിനും ഇനി പരിഗണനയുടെ നാളുകളാണെന്നും പ്രവീൺകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുകളിലാണല്ലേ? അല്ല, അൻവറിനെ UDF ചേർത്ത് പിടിക്കും, ഉറപ്പ്. അത് ജില്ലയിലും സംസ്ഥാനത്തും PV അൻവറിനെ UDF ചേർത്ത് തീർച്ചയായും. ഞാൻ പറയാം, ചേർത്ത് പിടിക്കുന്നവരുണ്ടല്ലോ. ജില്ലയിലെ UDFും ജില്ലയിലെ കോൺഗ്രസും അൻവറെ ചേർത്ത് ആ പരിഗണന അല്ല, എന്തെങ്കിലും ഞാൻ പറയാൻ പാടില്ലെങ്കിലും ചേർത്ത് പിടിക്കും. വിജയത്തിൽ കോഴിക്കോട്ടെ ജനങ്ങൾക്ക് പ്രവീൺകുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരതീയ മസ്ദൂർ സംഘം BMS കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മെയ് 8 നടക്കും. കോഴിക്കോട് കമ്മത്തിലയലിനാണ് പുതിയ ഓഫീസ്. പൊതുസമ്മേളനം RSS മുൻ സർകാര്യവാഹ് സുരേഷ് ജോഷി ഉദ്ഘാടനം ചെയ്യും. നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ 5 ജില്ലകൾ, പ്രധാനപ്പെട്ട കോഴിക്കോട് ഒഴിച്ചുള്ള 5 ജില്ലകൾ, അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഈ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് ഒരു കേന്ദ്രം. ഈ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മാറ്റി വന്ന ഇന്നത്തെ ഡിജിറ്റലൈസ്ഡ് യുഗത്തിൽ തൊഴിൽ മേഖല സംരക്ഷിക്കുവാനും തൊഴിലാളികൾക്ക് പുതിയ തൊഴിൽ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുവാനും ഈ കോഴിക്കോട് ഇത്തരത്തിലുള്ള ഒരു പഠന ഗവേഷണം ഉയർന്നു വരേണ്ടത് നമ്മളെ ഈ വടക്കൻ മേഖലയിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു അനുഗ്രഹമാണ്. കോഴിക്കോട്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഓഫീസ് നിർമ്മിച്ചത് തൊഴിലാളി പങ്കാളിത്തത്തോടു കൂടിയാണെന്ന് BMS കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം മെയ് 8 നടക്കും. ചടങ്ങിൽ BMS അഖിലേന്ത്യാ പ്രസിഡന്റ് S. മല്ലേശ്വരം മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ ക്ഷത്ര സംഘടനകളുടെ പ്രമുഖരായ നേതാക്കന്മാരും പ്രവർത്തകരും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ, ജില്ലാ പ്രസിഡന്റ് CP രാജേഷ്, ഈശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak
EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇടിയങ്ങര യുവ സാഹിതി സമാജം പശ്ചിമേഷ്യ യുദ്ധവും സമാധാനവും എന്ന വിഷയത്തിൽ ചർച്ചാ ക്ലാസ് നടത്തി. പ്രൊഫസർ KN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇടിയങ്ങര യുവസാഹിതി സമാജം സമകാലിക പ്രസക്തമായ പശ്ചിമേഷ്യ യുദ്ധവും സമാധാനവും എന്ന വിഷയത്തിൽ സായാഹ്ന ചർച്ചാ ക്ലാസ് നടത്തി. പ്രൊഫസർ KN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യ സംസ്കാരങ്ങളുടെ പിറവിസ്ഥലവും മതപരമായ പാരമ്പര്യങ്ങളുടെ കേന്ദ്രവുമായ ഈ ഭൂഖണ്ഡം ദീർഘകാലമായി സംഘർഷങ്ങളുടെ നിഴലിൽ കഴിയുകയാണ്. രാഷ്ട്രീയ താൽപര്യങ്ങൾ, സാമ്പത്തിക ആധിപത്യം, മതസാംസ്കാരിക വൈവിധ്യം എന്നിവ ചേർന്നുണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ ആ പ്രദേശത്തിന്റെ സ്ഥിരതയ്ക്കും ലോക സമാധാനത്തിനും വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്. യുദ്ധം നാശവും ദുരിതവും മാത്രമേ വിതറുന്നുള്ളൂ. എന്നാൽ സമാധാനം മനുഷ്യരാശിക്ക് അഭിവൃദ്ധിയും സഹവർത്തിത്വവും നൽകുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുകയും സമാധാനത്തിന്റെ വഴികൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ സെമിനാർ ഒരു പഠനവേദി മാത്രമല്ല, മറിച്ച് ആശയങ്ങൾ പങ്കുവെക്കാനും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും സമാധാനത്തിന്റെ സന്ദേശം ശക്തിപ്പെടുത്താനുമുള്ള ഒരു വേദിയാണ്. വിദഗ്ധരുടെ പ്രഭാഷണങ്ങളും ചർച്ചകളും നമ്മെ കൂടുതൽ ബോധവാന്മാരാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുവസാഹിതി സമാജം പ്രസിഡന്റ് പ്രൊഫസർ ഷഹദ് ബിൻ അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി KV മുഹമ്മദ് ഷുഹൈബ് സ്വാഗതവും സെക്രട്ടറി DV റഫീഖ് നന്ദിയും പറഞ്ഞു. ജനറൽ സെക്രട്ടറി KP സാജിദ്, വൈസ് പ്രസിഡന്റ് PP അബ്ദുൽ സത്താർ, P അബ്ദുൽ ഷുക്കൂർ, P നൌഷാദ് അലി, SV മക്തൂൽ അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2026 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ പാട്ടിന്റെ കൂട്ടുകാർ തിരുവനന്തപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളം പാടുന്നു ദേശത്തിനായി എന്ന പരിപാടി സംഘടിപ്പിക്കും. 10,000 ഗായകർ ഒരുമിച്ച് ദേശഭക്തി ഗാനം ആലപിക്കുന്നു എന്നതാണ് പരിപാടിയുടെ പ്രത്യേകത. പാട്ടിന്റെ കൂട്ടുകാർ തിരുവനന്തപുരം സാരഥി നയാസാണ് വേറിട്ട പരിപാടി സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിക്കുന്നത്. മറക്കാനാകാത്ത അനുഭവത്തോടൊപ്പം രാജ്യം മുഴുവനും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന പരിപാടിയാകും ഇതെന്ന് സംഘാടകർ പറഞ്ഞു. ദേശഭക്തി സംഗീതത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുവാക്കളിലും പൊതുജനങ്ങളിലും ഐക്യവും ദേശീയ അഭിമാനവും വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. കോഴിക്കോട്ട് പരിപാടി ഏകോപിപ്പിക്കുന്നത് TPM ഹാഷിർ അലി, R ജയന്തകുമാർ തുടങ്ങിയവരാണ്. അഭിമാനിക്കത്തക്കതായ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് 9446767455 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
നടുവട്ടം വെള്ളായിക്കോട്ട് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചേർന്നു. വാർഡ് കൌൺസിലർ കൊല്ലരത്ത് സുരേശൻ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ നടുവട്ടം വെള്ളായിക്കോട്ട് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി വാർഡ് കൌൺസിലർ കൊല്ലരത്ത് സുരേശൻ ഉദ്ഘാടനം ചെയ്തു. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം, നമ്മൾ അടുത്തടുത്ത് വീടുകൾ ഉണ്ടാവില്ല, ഒരു വിട്ടുകെട്ട് വീടുകളായിരിക്കും. അപ്പൊ അടുത്ത വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചായപ്പൊടിയോ പലചരക്ക് കടം വാങ്ങും, ഒരു കറ്റ വീട്ടിൽ കടത്തിന്റെ കൊടുക്കും. ഈ പ്രദേശങ്ങളിൽ ഇപ്പം പറഞ്ഞാൽ ആ കാലഘട്ടമൊക്കെ മാറി. നമ്മൾ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു വീടുകളിൽ ഒരു സാധനങ്ങൾ വാങ്ങി അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ട് പോകുന്നൊരു കാലഘട്ടങ്ങളൊക്കെ മാറി. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളിപ്പോൾ വീട്ടിൽ വേറെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോവുക. അതൊന്നും നോക്കണം കേട്ടോ, അവരുടെ വീട് എന്ന് പറഞ്ഞിട്ട് പോവുക. ഇപ്പം അതിൽ കെട്ടി ചുറ്റുപാടുകളായി ഓരോ ആളുകളും അതായത് വീടുകൾ താമസമാക്കിയതിന് ശേഷം ആ ഒരു കൂട്ടായ്മ നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പ്രസിഡന്റ് പി ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബുഷറ ഹസൻ അനുശോചനം രേഖപ്പെടുത്തി. സെക്രട്ടറി യു പ്രദീപ് റിപ്പോർട്ടും കെ പി ദിലീപ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പേരോത്ത് പ്രകാശൻ, മണ്ടോടി ഹേമന്ത് കുമാർ, ടി അഹമ്മദ് കബീർ, എം എസ് സുമേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. എക്സിറ്റ് പോളുകളെ അസ്ഥാനത്താക്കി ബാലുശ്ശേരി മണ്ഡലത്തിൽ VT സൂരജിന് ഉജ്ജ്വല വിജയം. നീലിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ തൊഴിൽ മേള മെയ് 10 നാദാപുരം IHRDയിൽ. വെസ്റ്റ് ഹിൽ ഗുരുവരാശ്രമത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.